ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിൻ്റെ പാഠഭാഗങ്ങളുടെ റിവിഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 5 പാഠം വരെ നമ്മൾ മുമ്പ് പാർട്ട് 1 എന്ന് എഴുതിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാർട്ട് 2 ദുറൂസുൽ ഇസ്ലാം റിവിഷൻ പാർട്ട് 2 എന്നാണ് എഴുതുക. അപ്പം മുമ്പത്തെ ദുറൂസുൽ ഇസ്ലാം റിവിഷൻ പാർട്ട് 1. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, കുറച്ച് ആയിട്ടാണ് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 5 പാഠം ഉൾപ്പെടുത്തി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠം ഏതാണ്? അല്ലാഹു യഅരിഫു, അള്ളാഹു അറിയും എന്നർത്ഥം വരുന്ന അറബി ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എവിടെയായിരുന്നു കിടന്നത്? എവിടെയായിരുന്നു? തഹ്ത ഷജറ, മരത്തിൻ്റെ ചോട്ടിൽ. ഉമർ റളിയല്ലാഹു എന്താക്കുമായിരുന്നു? തഹ്ത ഷജറ നായിമൻ, മരത്തിൻ്റെ ചോട്ടിൽ ഉറങ്ങുമായിരുന്നു. അപ്പം എന്താ കേട്ടത്? സമഅ ശൗത്ത ഷിയാഹിൻ, ഒരാട്ടിൻ്റെ കരച്ചിൽ കേട്ടു. സമഅ ശൗത്ത ഷിയാഹിൻ, അപ്പോൾ ആടിൻ്റെ കരച്ചിൽ കേട്ടു. ആര് അങ്ങനെ ചോദ്യം വരും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ അങ്ങനെ ഉമർ റളിയല്ലാഹു ഉണർന്നു നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഫറഅ കത്തിയം മിൻ ഷിയാഹിം വൗലാമൻ, ഒരു കുട്ടിയെയും ആട്ടിൻ കൂട്ടങ്ങളെയും കണ്ടു. ഷിയാഹിൻ എന്ന് പറഞ്ഞാൽ ആട്, ആട്ടിൻ കൂട്ടം ഷിയാഹിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉലാമൻ എന്ന് പറഞ്ഞാൽ കുട്ടി, ആട്ടിടയൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉണർന്ന് നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെന്താണ്? ഹൽ തബിയൂനി ഷാത്തൻ, ആരോട് ചോദിച്ചു? ചോദ്യം വന്നിട്ടുണ്ട് പരീക്ഷക്ക്. ഹൽ തബിയൂനി ഷാത്തൻ, ആരോടാ ചോദിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു. ദാ ഉമർ റളിയല്ലാഹു അൻഹു ഉലാമ, ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിച്ചു. മനസ്സിലാക്കുക, ദാ ഉമർ റളിയല്ലാഹു അൻഹു ഉലാമ, ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിച്ചതാണ്. അപ്പോൾ പിന്നെ വേറെ ചോദ്യം വരും. എന്താണ്? ഹൽ തബിയൂനി ഷാത്തൻ എന്ന് ഉമർ റളിയല്ലാഹു ചോദിച്ചപ്പോൾ കുട്ടി എന്താണ് മറുപടി പറഞ്ഞത്? ഹാദാ ലി സയ്യിദി, ഇതെൻ്റെ യജമാനൻ്റെതാണെന്ന് കുട്ടി മറുപടി പറയുന്നു. ഹാദാ ലി സയ്യിദി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നിനെ വിൽക്കുമോ, ആടിനെ ഒന്നിനെ വിൽക്കുമോ എന്ന് ചോദിച്ചപ്പം കുട്ടി എന്താണ് മറുപടി പറഞ്ഞത്? ഹാദാ ലി സയ്യിദി. ഇനി എൻ്റെ യജമാനൻ്റെതാണ് എന്നതിൻ്റെ അറബി ഏതാ വരും? ടിക്ക് ചെയ്യാൻ ഓപ്ഷനിൽ ചിലപ്പോൾ ഇതുണ്ടാവും. ഹാദാലി സയ്യിദി, ഹാദാലി അബി, ഹാദാലി ഉമ്മി, അങ്ങനെ 3 ഓപ്ഷൻ തരും. അപ്പോൾ ഇത് എൻ്റെ യജമാനൻ്റെതാണെന്നുള്ളതിൻ്റെ അറബി ഏതാന്ന് വെച്ചാൽ ഹാദാലി സയ്യിദി, അത് നമ്മൾ അടയാളപ്പെടുത്തണം. മനസ്സിലായില്ലേ? ബേ വാഹിദൻ വഹുവ ലാ യഅരിഫു, ഇത് ആരോട് പറഞ്ഞതാണ്? ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് പറഞ്ഞതാണ്. നീ ഒന്നിനെ വിൽക്ക്, ആരും അറിയില്ല, എൻ്റെ യജമാനൻ അറിയില്ല, ഒന്നിനെ വിൽക്ക്, തോന ആടുണ്ടല്ലോ, നീ ഒന്നിനെ വിൽക്ക് എന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോടാണ് പറഞ്ഞത്. അപ്പോൾ ഒക്കെ പേര് മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹു യഅരിഫു, അള്ളാഹു എല്ലാം അറിയും, അത് അർത്ഥമൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. തദ്രിബാത്തിലുള്ള ചോദ്യവും ഉത്തരവും അതും മനസ്സിലാക്കി പഠിക്കുക. 7ാമത്തെ ചാപ്റ്റർ അബ്വാബ റഹ്മത്തി, റഹ്മത്തിൻ്റെ വാതിലുകൾ. അപ്പോൾ ആ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത് മസ്ജിദിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലി വലത് കാൽ വെച്ച് മസ്ജിദിൽ കയറി. അപ്പോൾ ഇവിടെ മസ്ജിദിലേക്ക് കയറേണ്ടത് ഏത് കാല് വെച്ചിട്ടാണ്? ചോദ്യം വരും. വലത് കാൽ വെച്ചിട്ടാണ് മസ്ജിദിലേക്ക് കയറേണ്ടത്. ദിക്റ് പഠിക്കുക. അതിൽ ഇവിടുന്നൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരലുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഡാഷ് വഫ്തഹ്ലി, അപ്പോൾ ഇവിടെ ദുനൂബി എന്ന് എഴുതണം. അതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി ഡാഷ് അബ്വാബ റഹ്മതിക വഫ്തഹ്ലി. അപ്പോൾ അങ്ങനെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ മുമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കാം. പിന്നെന്താണ്? ഇവിടെ ഇഷായിൻ്റെ നിയ്യത്ത് പറയുന്നുണ്ട്. ഉസല്ലി ഫർലൽ ഇഷാഇ 4 റക്അത്തി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല മഅൽ ഇമാമി. അപ്പം ഇശാ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് എഴുതണം. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദ്യം വന്നത് ഇശാ നിസ്കാരം എത്ര റക്അത്ത് എന്നാണ്. അപ്പോൾ ഇവിടെ 4 റക്അത്ത്, അതിൻ്റെ അർത്ഥം പറയുന്നതിൽ പറയുന്നുണ്ട്. 4 എന്ന് പറഞ്ഞാൽ 4 റക്അത്ത്.
അപ്പോൾ ഇഷാ നിസ്കാരം 4 റക്കായത്താണ്. ചോദ്യം വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇഷായിനെ കുറിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളോട് ലുഹറിൻ്റെ നിയ്യത്ത് എഴുതാൻ പറഞ്ഞാലാ ഉസല്ലി ഫർള സ്വലാത്തിൽ ലുഹറി 4 റക്കാത്തി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല മഅൽ ഇമാമി. മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ ഇഷാ എന്നുള്ളടത്ത് ലുഹർ എഴുതിയാൽ മതി. റക്കായത്തൊക്കെ കണക്കാണ്. അപ്പോൾ മനസ്സിലാക്കുക. അവർക്ക് പിന്നെ മഗ്രിബിൻ്റെയും സുബഹിൻ്റെയും ഇവിടെ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ സുബഹിൻ്റെ നിയത്ത് പറയുന്നുണ്ട്. അപ്പോൾ 4 എന്നുള്ളടത്ത് അവിടെ റക്കായത്തൈനി നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എല്ലാവർക്കും, എല്ലാ നിസ്കാരത്തിൻ്റെതും. ഇനിയിപ്പോൾ ഇഷായിൻ്റെത് കഴിഞ്ഞ് മഗ്രിബിൻ്റെ വരെയാണ് സലാസ റക്കായത്ത്. അപ്പോൾ എണ്ണങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് പാർട്ട് പഠിച്ചിട്ടുണ്ട്, വാഹിദ് ഇസ്നാൻ സലാസ എന്നുള്ളത്. അപ്പോൾ 3 സലാസ എന്നാണൊക്കെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ നിയ്യത്ത് എഴുതാൻ വരും, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ അറബി പഠിച്ചില്ലെങ്കിലും അതിൻ്റെ അർത്ഥം വരുന്നതുണ്ട്, അത് മനസ്സിലാക്കി പഠിക്കുക. ഇഷായി എന്ന ഫർള് നിസ്കാരം 4 റക്കായത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഇമാമോട് കൂടി അദാ ആയി അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്നു, മനസ്സിലാക്കുക. നിയ്യത്തുകൾക്ക് ശേഷം തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇരു ചുമലിന് നേരെ കൈ ഉയർത്തി നെഞ്ചിനും പൊക്കിളിനുമിടയിൽ കൈ കെട്ടി ദുആഉൽ ഇഫ്തിതാ ചൊല്ലി, മനസ്സിലാക്കുക. നിയ്യത്തിന് ശേഷം തക്ബീർ ചൊല്ലി ഇരു ചുമലിനു നേരെ കൈ ഉയർത്തി നെഞ്ചിനും പൊക്കിളിനുമിടയിൽ കൈ കെട്ടി ദുആഉൽ ഇഫ്തിതാ ചൊല്ലി. ദുആഉൽ ഇഫ്തിതാ ചൊല്ലേണ്ടത് എപ്പോഴാണ്? നിയ്യത്തിന് ശേഷം തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇരു ചുമലിനു നേരെ കൈ ഉയർത്തി നെഞ്ചിനും പൊക്കിളിനുമിടയിൽ കൈ കെട്ടി ദുആഉൽ ഇഫ്തിതാ ചൊല്ലാം, മനസ്സിലാക്കുക. അടുത്തത് ഇമാം ഉച്ചത്തിൽ ഫാത്തിഹ ഓതി മഅ്മൂം എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു കേട്ടു, മനസ്സിലാക്കുക. ഇമാം ഉച്ചത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ മഅ്മൂം, അതായത് കൂടെ ഉള്ളവർ, ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. ഉച്ചത്തിൽ ആമീൻ എല്ലാവരും പറഞ്ഞു. ഇമാം ഉച്ചത്തിൽ ഫാത്തിഹ ഓതി, ഫാത്തിഹയ്ക്ക് ശേഷം ഇമാമിനോടൊപ്പം എല്ലാവരും ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. ഉച്ചത്തിൽ പറഞ്ഞത് എന്താണ്? ആമീൻ, മനസ്സിലാക്കുക. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? സെമി അല്ലാഹു ലിമൻ ഹമിദ. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, ഹർക്കത്തുകൾ ഇടാൻ വരും, ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. എഴുത്തിദാലിലേക്ക് ഉയരുമ്പോൾ സെമി അല്ലാഹു ലിമൻ ഹമിദ. പിന്നെന്താണ് പറയുന്നത്? എഴുത്തിദാലിന് ശേഷം എന്ത് ചെയ്തു? എന്താണ്? സുജൂദുകൾ ചെയ്തു. അപ്പോൾ അവിടെ മനസ്സിലാക്കുക. പിന്നെന്താണ്? 2 റക്കാഅത്തിലെ സുജൂദുകൾക്ക് ശേഷം ഇരുന്ന് അത്തഹിയാത്തും ശേഷം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്നുവരെയുള്ള സ്വലാത്തും ചൊല്ലി. 2 റക്കാഅത്തിലെ സുജൂദുകൾക്ക് ശേഷം അത്തഹിയാത്തും ശേഷം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്നുവരെയുള്ള സ്വലാത്തും ചൊല്ലണം. അപ്പോൾ അത്തഹിയാത്തും ശേഷം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്നുവരെയുള്ള സ്വലാത്തും ചൊല്ലണം. എപ്പോൾ എന്ന ചോദ്യം വന്നാലോ? 2 റക്കാഅത്തിൽ സുജൂദുകൾക്ക് ശേഷം. അടുത്തതാ 4 റക്കാഅത്തിൽ 2 സുജൂദുകൾക്ക് ശേഷം അത്തഹിയാത്തും പൂർണ്ണ സ്വലാത്തും ദുആവും ചൊല്ലണം. അപ്പോൾ അത് മനസ്സിലാക്കുക. അത്തഹിയാത്തും പൂർണ്ണ സ്വലാത്തും ദുആവും ചൊല്ലണം. എപ്പോഴാണ്? 4 റക്കാഅത്തിലെ 2 സുജൂദുകൾക്ക് ശേഷം. അപ്പോൾ ഇത് ഭാഗം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അത്തഹിയാത്തിനും സലാത്തിനും സലാമിനും ദുആയിനും ശേഷം സലാം വീട്ടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് വലതു ഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ എവിടേക്കാണ് മുഖം തിരിക്കേണ്ടത്? ചോദ്യം വരും. ആദ്യം വലതു ഭാഗത്തേക്കും അപ്രകാരം ഇടതു ഭാഗത്തേക്കും മുഖം തിരിച്ച് സലാം ചൊല്ലി. സലാം ചൊല്ലേണ്ടത് ആദ്യം വലതു ഭാഗത്തേക്കും ശേഷം അപ്രകാരം തന്നെ ഇടതു ഭാഗത്തേക്കും മുഖം തിരിച്ച് സലാം ചൊല്ലാം, മനസ്സിലാക്കുക. പിന്നെന്താണ്? നിസ്കാരത്തിന് ശേഷം ഇമാം എന്തൊക്കെയാണ് ചെയ്തത്? ഇവിടെ ദിക്ർ ചൊല്ലി ദുആ ചെയ്തു. നിസ്കാരങ്ങൾക്ക് ശേഷം ദിക്ർ ചൊല്ലി ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. പിന്നെ സുന്നത്ത് നിസ്കരിച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ പള്ളിയിൽ നിന്ന് മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങുക. മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെക്കുക.
ദിക്റ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ ഫളിലിക എന്ന് ചൊല്ലി ഇടത് കാൽ വെച്ച്. അപ്പോൾ ഇത് ദിക്റ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി അബ്വാബ ഫളിലിക വഫ്തഹ്ലി. ഇനി ഈ ദിക്റ് തന്നിട്ട് ഇത് എപ്പോൾ ചൊല്ലേണ്ടതാന്ന് ചോദിച്ചാലോ, മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്, മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലുന്ന ദിക്റ് പറയുന്നുണ്ട്. ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഹറജിന വ അലല്ലാഹി റബ്ബന തവക്കല്ല എന്ന ദിക്റ് ചൊല്ലി വീട്ടിലേക്ക് കയറി. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റ് മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹുമ്മ അഫ്തഹ്ലി അബ്വാബ റഹ്മതിക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ഒരു പ്രാവശ്യം വന്ന ചോദ്യമാണിത്. അല്ലാഹുമ്മ അഫ്തഹ്ലി ഡാഷ് റഹ്മതിക അബ്വാബ. അല്ലാഹുവേ നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറക്കേണമേ. അല്ലാഹുവേ നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറക്കേണമേ. അപ്പോൾ പാഠത്തിൻ്റെ തദ്രിബാത്തിൽ വന്നതൊക്കെ അതുപോലെ മനസ്സിലാക്കുക. ഞാൻ പറയാൻ വിട്ടുപോയതൊക്കെ എന്തോ ഉണ്ടോയെന്ന് തദ്രിബാത്തിൽ വന്നിട്ടുണ്ടോയെന്നൊക്കെ മനസ്സിലാക്കുക. 8ാമത്തെ പാഠം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ആണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. 3 ചങ്ങാതിമാർ ഗുഹയിൽ കുടുങ്ങുകയാണ്. അവർ രക്ഷപ്പെട്ടതെങ്ങനെ? ഗുഹയിൽ കുടുങ്ങിയവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ചോദ്യം വരും. എന്താണ്? അവർ ഓരോരുത്തരും മുൻപ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. മനസ്സിലാക്കുക. അവർ ഓരോരുത്തരും മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. അവരുടെ ഗുഹ എങ്ങനെയാണ് അടഞ്ഞത്? മലയുടെ മുകളിൽ നിന്ന് വലിയൊരു പാറ ഉരുണ്ടുവന്നു അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. മനസ്സിലാക്കുക. അങ്ങനെ അവരതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. അവർ ഓരോരുത്തരും ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചു. ഒന്നാമൻ എന്ത് സൽക്കർമ്മമായിരുന്നു ചെയ്തത്? മാതാപിതാക്കൾക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്തു, നല്ല കാര്യം ചെയ്തു. അവൻ പാലുമായി ചെന്നപ്പോൾ മാതാപിതാക്കൾ ഉറങ്ങിയിരുന്നു. മാതാപിതാക്കൾ ഉണരുന്നതുവരെ പാൽപാത്രവുമായി അവരുടെ അടുക്കൽ ഉറങ്ങാതെ കാത്തുനിന്നു. അവർ ഉണർന്നതിന് ശേഷം അവരെ പാൽ കുടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അവനും കുടുംബവും പാൽ കുടിച്ചത്. അപ്പം അത്ര ഒന്നും വലിയ ആൻസറാക്കി നിങ്ങൾക്ക് എഴുതാനുണ്ടാവില്ല. അപ്പം അത് മനസ്സിലാക്കുക, കഥ മനസ്സിലാക്കി വെക്കുക എല്ലാവരും. അപ്പോൾ പാൽ കുടിച്ചതിന് ശേഷമാണ് അവനും കുടുംബവും പാൽ കുടിച്ചത്. അപ്പോൾ അവിടെ അല്ലാഹു തആലയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്തു. അത് മനസ്സിലാക്കുക. അതുപോലെ 2ാമനും 3ാമനൊക്കെ പ്രാർത്ഥിച്ചു. അപ്പം മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നാം അവരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒക്കെ മാതാപിതാക്കൾക്ക് നാം എന്തെല്ലാം ചെയ്യണം? ചോദ്യം വരും. അപ്പോൾ അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം, മനസ്സിലാക്കി പഠിക്കാം. പിന്നെ മാതാപിതാക്കളെ ആദരിക്കുന്നവരെ അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ് ആരെ? മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ. മനസ്സിലാക്കുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഹർക്കത്തുകൾ എഴുതാനുണ്ടാവും, പകർത്തി എഴുതാൻ വരും, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മനസ്സിലാക്കുക. റബ്ബേ, ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തിയതു കാരണമായി അവർ 2 പേർക്കും നീ കാരുണ്യം ചെയ്യണമേ. അൽ വാലിദാനി ബാബൽ ജന്നത്ത്. മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ 2 വാതിലുകളാണ്. സ്വർഗത്തിൻ്റെ വാതിലുകളാണ് ആര്? ചോദ്യം വരാറുണ്ട്. ആരാണ്? മാതാപിതാക്കൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പാഠഭാഗത്തിൻ്റെ തദ്രിഭാഗത്ത് നന്നായി മനസ്സിലാക്കുക. ഇതിൽ നിന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാൻ കഴിയുന്ന വേർഡ്സുകൾ മനസ്സിലാക്കുക. ഭക്ഷണം. പിന്നെന്താണ്? രക്ഷപ്പെടും. ഭക്ഷണം, പിന്നെന്താണ്? രക്ഷപ്പെടും. അങ്ങനെയുള്ള നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുന്ന വേർഡ്സ് അല്ല. മനസ്സിലായില്ല? ഒക്കെ മനസ്സിലാക്കുക. പിന്നെ പ്രാർത്ഥിക്കാം, അതിൽ
അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ പാഠത്തിലുണ്ടെങ്കിൽ അടയാളപ്പെടുത്തി എഴുതി പഠിക്കുക തന്നെ കേട്ടോ. പിന്നെ സ്നേഹിക്കുക എന്നൊക്കെ എങ്ങനെയാണ് വരിക എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗം. തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് 9ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. അടുത്ത ചാപ്റ്റർ സയ്യിദുൽ ബഷർ എന്ന 9ാമത്തെ പാഠമാണ്. എന്താണ് ആ പാഠത്ത് പറയുന്നത്? റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അന്ന് മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നു. നബിദിനം ആഘോഷിക്കുന്നത് എന്നാണ് നമ്മൾ റബീഉൽ അവ്വൽ 12 നബി ജനിച്ച ദിവസം. അതിനാണ് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത്. ചോദ്യം വരും. മൗലിദ് പാരായണം, തവറുക്ക് ദാനം, ഘോഷയാത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയൽ തുടങ്ങി ആഘോഷ പരിപാടികൾ നമ്മളന്ന് നടത്തുന്നു നബിദിനത്തിൻ്റെ അന്ന്. അപ്പോൾ തവറുക്ക് ദാനം, അതായത് ബർക്കത്തിൻ്റെ ഭക്ഷണം, അതൊക്കെ അന്ന് നൽകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അറേബ്യയിലെ പ്രധാന പട്ടണമാണ് മക്കത്തുൽ മുക്കറം. അറേബ്യയിലെ പ്രധാന പട്ടണം ഏത്? മക്കത്തുൽ മുക്കറം. മക്കയിലെ പ്രമുഖ ഗോത്രമാണ് ഖുറൈശ്. മക്കയിലെ പ്രമുഖ ഗോത്രമാണ് ഖുറൈശ്. ഖുറൈശിലെ പ്രധാന കുടുംബമാണ് ഹാഷിം. ഹാഷിം കുടുംബത്തിൻ്റെ നേതാവാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അബ്ദുള്ള. വഹബിൻ്റെ മകളാണ് ആമിന ബീവി. അബ്ദുള്ള എന്നവർ വിവാഹം ചെയ്തു ആമിന ബീവിയെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഖുറൈശ്, കുടുംബം ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഹാഷിം. ഹാഷിം കുടുംബത്തിലെ നേതാവായ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പ. അദ്ദേഹത്തിൻ്റെ മകനാണ് അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള. മാതാവ് ആമിന ബീവി. ആമിന ബീവിയുടെ പിതാവാണ് വഹബ്. മനസ്സിലാക്കുക. അവരുടെ മകനായാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്? ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പുലരിയിലായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏതാണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച. തീയതിയോ ഏപ്രിൽ 21. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ടിക്ക് ചെയ്യണ ചോദ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് 571 എന്നൊക്കെ ഉള്ളത് ഓർമ്മ വേണം ടിക്ക് ചെയ്യാൻ. മനസ്സിലാക്കുക. അപ്പോൾ റബീഉൽ അവ്വൽ 12 ലോക മുസ്ലിങ്ങൾ എന്താണ് ആഘോഷിക്കുന്നത്? നബിദിനം ആഘോഷിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക. പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച് 2 മാസമായപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച് 2 മാസത്തിനു ശേഷം പിതാവ് വഫാത്തായിരുന്നു. ബനു സഅദ് ഗോത്രത്തിലെ ഹലീമത്തു സഅദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹലീമത്തു സഅദിയയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. ബനു സഅദ് ഗോത്രത്തിലെ ഹലീമത്തു സഅദിയയുടെ വീട്ടിൽ. മനസ്സിലാക്കുക. 6-ാം വയസ്സിൽ ഉമ്മ ആമിന ബീവിയും വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവി വഫാത്തായത് 6-ാം വയസ്സിലാണ്. മനസ്സിലാക്കുക. പിന്നീട് അബ്ദുൽ മുത്തലിബാണ് സംരക്ഷിച്ചത്. അബ്ദുൽ മുത്തലിബ്, വല്ലിപ്പ അബ്ദുൽ മുത്തലിബാണ് സംരക്ഷിച്ചത്. 8 വയസ്സായപ്പോൾ അദ്ദേഹവും വഫാത്തായി. വല്ലിപ്പ 8 വയസ്സായപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സായപ്പോൾ വഫാത്തായി. പിന്നീട് പിതൃ സഹോദരൻ, ഉപ്പയുടെ സഹോദരൻ അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. 2 മാസം പ്രായമുള്ളപ്പോൾ, ആമിന ബീവിക്ക് ഗർഭത്തിൽ 2 മാസം പ്രായമുള്ളപ്പോൾ പിതാവ് അബ്ദുള്ള വഫാത്തായിരുന്നു. 6 വയസ്സുള്ളപ്പം ആമിന ബീവി, ഉമ്മ ആമിന ബീവി വഫാത്തായി. പിന്നീട് സംരക്ഷിച്ച വല്യുപ്പ അബ്ദുൽ മുത്തലിബ് 8 വയസ്സുള്ളപ്പോഴും വഫാത്തായി
പിന്നീട് പിതൃ സഹോദരൻ അബൂ ത്വാലിബാണ് സംരക്ഷിച്ചത്. അപ്പോൾ ഈ പേരൊക്കെ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ടിക്ക് ചെയ്യാനാണ് ഇതൊക്കെ വരിക, അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാരെന്താണ് വിളിച്ചത്? അൽ അമീൻ എന്നായിരുന്നു വിളിച്ചത്. അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ് അർത്ഥം. അൽ അമീൻ എന്നാണ് വിളിച്ചത്. 25-ാം വയസ്സിൽ ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. 25-ാം വയസ്സിൽ ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. ഖദീജ ബീവിയെ വിവാഹം ചെയ്തത് 25-ാം വയസ്സിലാണ്. 35-ാം വയസ്സിൽ പരിശുദ്ധ കഅബ പുനർനിർമ്മാണത്തിൽ പങ്കെടുത്തു. പരിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണത്തിൽ 35 വയസ്സായപ്പോൾ പങ്കെടുത്തു. 40 വയസ്സ് പൂർത്തിയായപ്പോൾ നുബുവത്ത് ലഭിച്ചു. 40 വയസ്സായപ്പോഴാണ് നുബുവത്ത് ലഭിച്ചത്. പിന്നെന്താണ്, 53 വയസ്സായപ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് 53 വയസ്സായപ്പോൾ. 63-ാം വയസ്സിൽ മദീനയിൽ വെച്ച് വഫാത്തായി. സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് വഫാത്തായി 63 വയസ്സായപ്പോൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, വയസ്സുകളൊക്കെ ഉള്ളത് മനസ്സിലാക്കി വരിക. അതിൻ്റെ തദ്രിബാത്തിൽ നുക്കമ്മിൽ ഫറാഗ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ അതൊക്കെയാണ് ചോദ്യമായിട്ട് വരിക. നബിക്ക് നുബുവത്ത് ലഭിച്ച വയസ്സ്, നബിക്ക് ഹിജ്റ പോയ വയസ്സ്, നബി വഫാത്തായ സ്ഥലം, നബി വഫാത്താകുമ്പോഴുള്ള വയസ്സ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് നന്നായി പഠിക്കുക. അതൊക്കെ എഴുതി തന്നെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ എഴുതാനുള്ളതൊക്കെ എഴുതി പഠിക്കുക. അടുത്ത 10-ാമത്തെ ചാപ്റ്റർ, അതിലെന്താണ് പറയുന്നത്? അറബി ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾ മനസ്സിലാക്കി പഠിക്കണം. ജാബിറുൻ വലതുൻ, ജാബിർ ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ജാബിർ ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ അതെങ്ങനെ അറബിയിൽ എഴുതാം? ജാബിറുൻ വലതുൻ. അപ്പോൾ കുട്ടി, അനസ് ഒരു ആൺകുട്ടിയാണ് എന്നത് എങ്ങനെ അറബിയിൽ എഴുതാം? അനസുൻ വലതുൻ. അപ്പോൾ അവിടെ വന്നത് എന്താണ്? ജാബിറുൻ വലതുൻ. ജാബിർ ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. അപ്പോൾ അത് അർത്ഥം മനസ്സിലാക്കി തരും. അപ്പോൾ ജാബിറുൻ വലതുൻ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് തരും. ജാബിർ ആൺകുട്ടിയാണ്, ജാബിർ ഒരു വിദ്യാർത്ഥിയാണ്, ജാബിർ ഒരു കച്ചവടക്കാരനാണ് തന്നാൽ നമ്മൾ എന്തിന് ടിക്ക് ചെയ്യണം? ജാബിർ ഒരു ആൺകുട്ടിയാണ് എന്നതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത് ഹുവ തോലിബുൻ, അവനൊരു വിദ്യാർത്ഥിയാണ്, അവനൊരു വിദ്യാർത്ഥിയാണ്. ഹുവ താജിറുൻ, അവൻ്റെ ഉപ്പ ഒരു കച്ചവടക്കാരനാണ്. അബൂഹു അബ്ദുറഹ്മാൻ, അവൻ്റെ ഉപ്പ അബ്ദുറഹ്മാൻ ഒരു കച്ചവടക്കാരനാണ്. ഉമ്മുഹു ആയിഷ, ഉമ്മ ആയിഷ മുഅല്ലിമാണ്, അധ്യാപികയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അഹൂ, ഉഖ്ത്, ജദ്, ജദ്ദത്ത്, സഹോദരനും സഹോദരിയും, വല്ലിപ്പയും വല്ലിമ്മയും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ജാബിർ ഉപ്പയെ അനുസരിക്കും. അപ്പം എങ്ങനെയാണ്? യുത്തിയു ജാബിറുൻ അബാഹു, യുത്തിയു ജാബിറുൻ അബാഹു, അവൻ ഉപ്പയെ അനുസരിക്കും. അവൻ ഉമ്മയെ അനുസരിക്കുന്ന യുത്തിയു ജാബിറുൻ വ ഉമ്മുഹു, യുത്തിയു ജാബിറുൻ വ ഉമ്മുഹു, ജാബിർ ഉമ്മയെ അനുസരിക്കും. അവൻ ഹോംവർക്കൊക്കെ എഴുതാറുണ്ട്, ഹോംവർക്കൊക്കെ ചെയ്യാറുണ്ട്. വയക്തുബുൽ വാജിബ്, അവന് ഹോംവർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതാറുണ്ട്. യതഅല്ലമു ജയ്യിദൻ, നന്നായി പഠിക്കും. ജയ്യിദൻ, നന്നായി, അവൻ നന്നായി പഠിക്കും. ജാബിറുൻ വലതുൻ സ്വാലിഹുൻ, ജാബിർ ഒരു നല്ല കുട്ടിയാണ്. അപ്പോൾ പേര് വേറെ ഏതെങ്കിലും തന്നിട്ട് വലതുൻ സ്വാലിഹുൻ, ഹമീദ് വലതുൻ സ്വാലിഹുൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് എഴുതാൻ പറഞ്ഞാലോ? ഹമീദ് നല്ല കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെ തദ്രിബാത്തിൽ അതിൻ്റെ മീനിങ് ഒക്കെ ഉണ്ട്, വേർഡ്സുകളൊക്കെ നന്നായി പഠിക്കുക. അത്രയാണ് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ സെക്കൻഡ് പാർട്ട്, റിവിഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി പാർട്ട് 3 എന്ന വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.